ഹായ് നമസ്കാരം, ഞാൻ രാകേഷ് എം ജി ടിപ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു വിശ്വസിക്കുന്നു. ഇന്നിപ്പോൾ ഞാൻ പറയാൻ വന്നിരിക്കുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, പലപ്പോഴും സർവീസിന് കൊടുക്കുന്ന സമയത്ത് എല്ലാവരും ഫേസ് ചെയ്യുന്ന ഒരു വലിയ ഇഷ്യൂ ആണ് ഫിനാൻഷ്യൽ പ്രോബ്ലം. അത് 100% എല്ലാവർക്കും ഉള്ളത്. അതായത് പ്രത്യേകിച്ച് നമ്മൾ സർവീസിന് നമ്മുടെ വാഹനമൊക്കെ കൊണ്ടുപോകുന്ന സമയത്ത് 4ാമത്തെ വർഷമൊക്കെ സർവീസിന് കയറ്റുമ്പോൾ പലപ്പോഴും പലരും പറഞ്ഞ് ഞാൻ കേട്ടിട്ടുള്ളൂ, അയ്യോ ഇത്രയും പൈസ വരുമോ, ഞാൻ അറിഞ്ഞില്ല. ശരിക്കും നമുക്കറിയാവുന്ന പോലെ 4ാമത്തെ വർഷം അല്ലെങ്കിൽ ചില വാഹനങ്ങളുടെ മേജർ സർവീസ് എന്ന് പറയുമ്പോഴത്തേക്കും എല്ലാ കാര്യങ്ങളും നമുക്കതിനകത്ത് മാറി വിടേണ്ടി വരും. അപ്പോൾ അങ്ങനെ വരുന്ന സമയത്ത് ചിലരെങ്കിലും ചോദിക്കുന്നൊരു കാര്യമാണ്, എന്നാൽ ഇതിനകത്ത് കുറച്ച് നമുക്ക് ഒഴിവാക്കിയാലോ, അതായത് ഇത്രയും കാര്യങ്ങൾ നമുക്ക് വേണ്ട, ഇതിനകത്ത് അത്യാവശ്യമില്ലാതെ നമുക്ക് ഒഴിവാക്കിയിട്ട് അതുപോലെ അത്യാവശ്യമുള്ള മാത്രം ചെയ്താൽ മതി, ബാക്കി കുറച്ച് കഴിഞ്ഞ് ചെയ്യാം. ശരിക്കും ഇത് നല്ലൊരു രീതിയാണോ? അതായത് ഇപ്പം അത് ചെയ്യാനുള്ള കാര്യം ഇപ്പം ചെയ്യാതെ കുറച്ച് കഴിഞ്ഞ് ചെയ്യുന്നത് നല്ലതാണോ? ഇങ്ങനൊരു സംശയം ആർക്കെങ്കിലും വന്നിട്ടുണ്ടെങ്കിൽ ഞാൻ ഉറപ്പിച്ച് പറയാം, ഒരു കാരണവശാലും അത് പിന്നത്തേക്ക് മാറ്റി വെക്കരുത്. കാരണം നമ്മളവിടെ എന്താണ് ചെയ്യുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മൾ അവിടെ ഒരു ഇനിഷ്യൽ പേയ്മെൻറ്റ് കൊടുത്ത് അല്ലെങ്കിൽ ഇനിഷ്യലായിട്ട് നമ്മൾ ആ ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്ത് വിട്ട് കഴിഞ്ഞാൽ നാളെ ഒരു കംപ്ലയിൻറ്റ് നമുക്ക് ഒഴിവാക്കാനാണ് സാധിക്കുന്നത്. അതായത് ഇപ്പോൾ വളരെ ബെസ്റ്റ് എക്സാമ്പിളായിട്ട് പറയുന്നത് നമ്മുടെ എയർ ഫിൽറ്റർ, ഫ്യൂൽ ഫിൽറ്റർ, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമ്മൾ മാറേണ്ട ഒരു ടൈമാണ് 40 അല്ലെങ്കിൽ 4 ഇയേഴ്സ് അല്ലെങ്കിൽ 40,000 കിലോമീറ്ററിൻ്റെ സർവീസ് അല്ലെങ്കിൽ 80 അങ്ങനെയൊക്കെ പോകുന്ന അനുസരിച്ച്. അപ്പം ഇങ്ങനെയൊക്കെ മാറേണ്ട കാര്യങ്ങൾ നമ്മൾ മാറാതെ വന്നാൽ, അതായത് നമുക്കിപ്പം സാമ്പത്തികം ഇല്ലാതെ വന്നോ അങ്ങനെയൊക്കെ വരുന്ന സമയത്ത് നമ്മളത് ചെയ്യാതെ വന്നാൽ എന്താണ് സംഭവിക്കുന്നത് ചോദിച്ചാൽ, ഇപ്പോൾ ഫ്യൂൽ ഫിൽറ്റർ ബ്ലോക്ക് ആകാം, ഫ്യൂൽ കയറി വരത്തില്ല. അതായത് ഇൻസഫിഷ്യൻറ്റ് ഫ്യൂലാണ് വരുന്നതെങ്കിൽ നമുക്ക് വാഹനത്തിൽ പവറോ കാര്യങ്ങളൊക്കെ കിട്ടാതെ വരും. പ്രോപ്പറായിട്ടുള്ള ഫ്യൂൽ കിട്ടാതെ വന്നിട്ടുണ്ടെങ്കിൽ അവിടെ കാർബണിൻ്റെ ഡെപ്പോസിറ്റ് കൂടും, അതായത് ബേണിംഗ് പ്രോപ്പർ ആവത്തില്ല, കാർബൺ ഡെപ്പോസിറ്റ് കൂടാം. ഇങ്ങനെയൊക്കെ ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. ഇപ്പോൾ എയർ ഫിൽറ്റർ കൃത്യമായിട്ട് നമ്മൾ മാറിയിട്ടില്ല, എയർ വലിക്കാൻ നോക്കുന്ന സമയത്ത് വാഹനത്തിലോട്ട് എയർ കിട്ടത്തില്ല, ഈ പറഞ്ഞ പോലെ പുള്ളിംഗ് ലെസ്സും കാര്യങ്ങളൊക്കെ വരും, കാർബൺ ഡെപ്പോസിറ്റൊക്കെ കൂടും, ഇങ്ങനെ ഒരുപാട് പ്രശ്നങ്ങൾ വരും. അപ്പം നമ്മളവിടെ ഒരു ചെറിയൊരു ലാഭം അല്ലെങ്കിൽ ചെറിയൊരു സമയം നമ്മൾ ആവശ്യപ്പെടുമ്പോൾ നമുക്ക് പുറയിലൊരു വരുന്ന ഒരു വലിയ നഷ്ടം, അതായത് ഒരു വലിയ നഷ്ടമാണ് നമ്മൾ സഹിക്കേണ്ടി വരുന്നത്. അപ്പം ഞാൻ എപ്പോഴും പറയുന്നൊരു കാര്യം, നമ്മൾ എപ്പോഴാണോ സർവീസ് ചെയ്യാൻ പോകുന്നത് അന്നേരം കൃത്യമായിട്ട്, ഞാൻ അതിനെക്കുറിച്ച് ഡീറ്റെയിൽ പറഞ്ഞിട്ടുണ്ട്, നമുക്ക് സർവീസിൻ്റെ കാര്യങ്ങളൊക്കെ എങ്ങനെ അറിയാൻ സാധിക്കും. അത് കണ്ടിട്ടില്ലാത്ത ആൾക്കാരാണ് ഈ വീഡിയോയുടെ ഏറ്റവും അവസാനം ഞാൻ അതിൻ്റെ വീഡിയോ കൂടി ഇട്ടോളാം, ജസ്റ്റ് ഒന്ന് കണ്ടു നോക്കുമ്പോൾ നിങ്ങൾക്ക് അത് മനസ്സിലാവുന്നതായിരിക്കും. ഏതായാലും ഒരു വാഹനം സർവീസിന് കൊണ്ടുപോകുന്ന സമയത്ത് കൃത്യമായിട്ട് അതിൽ ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ, ഇപ്പോൾ അഡീഷണലായിട്ട് നമുക്ക് വരുന്ന എന്ത് കാര്യങ്ങളായിക്കോട്ടെ, അതായത് ഇപ്പം വാഷിങ്, ഇൻറ്റീരിയർ ക്ലീനിങ് അല്ലെങ്കിൽ ബോഡി പോളിഷിങ്, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ നിങ്ങൾ ചെയ്തില്ലെങ്കിൽ പോലും, കാരണം അതൊന്നും അത്യാവശ്യമുള്ള കേസല്ല. വാഹനത്തിന് അത്യാവശ്യമുള്ള കേസ് എന്ന് പറയുമ്പോഴത്തേക്ക്, അല്ലെങ്കിൽ നമ്മുടെ വാഹനത്തിൻ്റെ എഞ്ചിൻ അത്യാവശ്യമുള്ള കേസുകൾ എന്തൊക്കെയാണോ അതൊരിക്കലും നിങ്ങൾ മിസ് ചെയ്യാതെ ഉറപ്പായിട്ടും ചെയ്തോണം. കാരണം സസ്പെൻഷൻ്റെ സൗണ്ട് വേണമെങ്കിൽ മാറ്റി വയ്ക്കാം, സസ്പെൻഷൻ്റെ എന്തെങ്കിലും കംപ്ലയിൻറ്റ്സ്, പക്ഷേ അത് മാറ്റി വയ്ക്കുക എന്ന് പറഞ്ഞാൽ അതൊക്കെ വേണമെങ്കിൽ കുറച്ച് ടൈം എടുത്താലും പ്രശ്നമില്ല. കാരണം ഈ ഷോക്കിൻ്റെ പ്രശ്നം കൊണ്ട് ടയറിന് വരെ കംപ്ലയിൻറ്റ് വരും, ഇല്ലെന്നല്ല ഞാൻ പറഞ്ഞത്. പക്ഷേ അതൊക്കെ നമുക്ക് സമയം വെച്ച് അല്ലെങ്കിൽ കുറച്ചൊന്ന് പെൻഡിങ് ആണെങ്കിൽ നമുക്ക് കൊടുക്കാൻ പറ്റും. പക്ഷേ വാഹനത്തിൻ്റെ എഞ്ചിൻ കണ്ടീഷൻ എന്ന് പറയുമ്പോഴത്തേക്കും നമ്മളതിനെ മോശമാക്കാൻ നോക്കില്ല. അതായത് ഇപ്പം നമുക്കൊരു അസുഖം വന്നു, അസുഖത്തിന് മരുന്ന് കഴിക്കുന്നതിന് പകരം എന്നാൽ ഇരിക്കട്ടെ കുറച്ചുകൂടെ കഴിഞ്ഞിട്ട് നമുക്ക് മരുന്ന് കഴിക്കാമെന്ന് വിചാരിച്ചുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ ആ അസുഖം കാരണം വേറൊരു അസുഖം ഉണ്ടാകുമെന്ന് പറഞ്ഞ പോലെ തന്നെയാണ് വാഹനത്തിൻ്റെ എഞ്ചിൻ കണ്ടീഷൻ. കാരണം എഞ്ചിൻ്റെ കണ്ടീഷൻ മോശമായി തുടങ്ങുന്നതിൻ്റെ മുമ്പ് തന്നെ, അല്ലെങ്കിൽ ഓരോ കാര്യങ്ങളും കൃത്യമായിട്ട് കിട്ടാതെ വരുന്നൊരു സമയം, അതായത് ഇപ്പോൾ എയർ ഫിൽറ്റർ മാറിയിട്ടില്ല, എയർ കിട്ടാതെ വന്നു, ഫ്യൂൽ ഫിൽറ്റർ മാറിയില്ല, ഫ്യൂൽ പ്രോപ്പറായിട്ട് കിട്ടാതെ വന്നു, ഇങ്ങനെ വരുന്ന സമയത്ത് അവിടെ ഉണ്ടാകുന്ന എന്താണെന്ന് പറഞ്ഞാൽ വലിയ ഇപ്പോൾ പുള്ളിംഗ് ലെസ്സോ കാര്യങ്ങളോ മാത്രമല്ല, അതിൻ്റെ പുറകെ നമുക്ക് കിട്ടുന്ന വേറെ ഒരുപാട് പണികളായിട്ടുള്ള കാർബൺ ഡെപ്പോസിറ്റ് കൂടും, ഇൻസഫിഷ്യൻ്റ് ആയിട്ടുള്ള പ്രോബ്ലംസ്, അതായത് നമ്മുടെ ഈ പറയുന്ന പോലെ സൈലൻസറിനകത്ത് അല്ലെങ്കിൽ മാനിഫോൾഡിനകത്തൊക്കെ കാർബൺ ഡെപ്പോസിറ്റ് കൂടുതൽ കിടക്കും. അങ്ങനെ ആകുമ്പോൾ നമ്മുടെ കാറ്റലിറ്റിക് കൺവേർട്ടറും കാര്യങ്ങൾക്കെല്ലാം പ്രശ്നങ്ങൾ വരും. അങ്ങനെ ഒരുപാട് പ്രോബ്ലംസ് നമ്മുടെ ഫ്രണ്ടിൽ വരികയാണ്. അതുകൊണ്ട് ഒരു കാരണവശാലും നിങ്ങൾ സർവീസ് മിസ് ചെയ്യാതിരിക്കാൻ നോക്കുക. അനാവശ്യമായിട്ടുള്ള, അതായത് അഡീഷണലായിട്ട് നമ്മൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന കാര്യങ്ങളൊക്കെ ഒന്ന് മാറ്റിയാലും ആവശ്യമുള്ള കാര്യങ്ങൾ മസ്റ്റായിട്ട് നിങ്ങൾ ചെയ്ത് വിട്ട് കഴിഞ്ഞാൽ നിങ്ങളുടെ വാഹനത്തിൻ്റെ കണ്ടീഷൻ എന്നും പുതിയതുപോലെ തന്നെ ഇരിക്കുകയും ചെയ്യും. എപ്പോഴും നമുക്ക് എവിടെ വേണമെങ്കിലും ധൈര്യമായിട്ട് യാത്ര പോകാൻ സാധിക്കും.